ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു മാനിഫെസ്റ്റിംഗ് മെത്തേഡാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് 2 വർഷം മുൻപേ. അന്നത് ഞാൻ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്താണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് പണം ആവശ്യമുണ്ടെങ്കിലും അതിനു വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ കൂടെ ചെയ്യുന്നത്. കാരണം കൂടുതൽ ആളുകൾ പണം ആവശ്യപ്പെട്ട് അല്ലെങ്കിൽ സാമ്പത്തികം, കരിയർ സംബന്ധമായ കാര്യങ്ങളിലേക്കാണ് കൂടുതൽ ആളുകൾ വരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഒന്നും കൂടി ഞാൻ ചെയ്യുന്നത്. ഈ ഒരു മാനിഫെസ്റ്റിംഗ് മെത്തേഡ്, അതായത് ഹോ ഒപ്പണോ ഒപ്പണോ, ഒരു ഹവായൻ പ്രെയർ ആണ്. അത് നമുക്ക് എന്താവശ്യങ്ങൾക്കും പ്രാക്ടീസ് ചെയ്യാം. ഹെൽത്തിനും വെൽത്തിനും റിലേഷൻഷിപ്പിനും നല്ലതാണ്. അതുപോലെ ജോലി കിട്ടാൻ നല്ലതാണ്. കൂടുതൽ സാമ്പത്തികം വരാൻ നല്ലതാണ്. നമുക്ക് കുറച്ച് പണം ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു പണം ഇപ്പോൾ ഒരു 1 ലക്ഷം രൂപ അല്ലെ ഒരു 50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് പ്രാക്ടീസ് ചെയ്ത് പണം നേടാവുന്നതാണ്. എനിക്കിതൊക്കെ റിസൾട്ട് ഉള്ളതാണ്. അതായത് ഒരുപാട് കാര്യങ്ങൾക്ക് ഞാനത് മാനിഫെസ്റ്റ് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തത്. 2 വർഷം മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും നേടാനുള്ളൊരു മന്ത്രമാണ്. ഐ ആം സോറി, പ്ലീസ് ഫർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്ന 4 ഇംഗ്ലീഷ് വാക്കുകളാണ്. അപ്പോൾ അതൊരു ഫോർഗീവ്നെസ് ആണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഒരു ഫോർഗീവ്നെസ്സും താങ്ക് യു, അതായത് ഒരു നമ്മൾ ലഭിച്ചതിന് നന്ദി പറയുന്നു, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു മന്ത്രമാണ്. യൂണിവേഴ്സ് ആണ് അത് പ്രവർത്തിക്കുന്നത്. ആ ഒരു മന്ത്രം ചൊല്ലുമ്പോൾ നമ്മളിലുള്ള എല്ലാ നെഗറ്റീവ് എനർജീസും മാറിപ്പോകും. നമ്മുടെ ലൈഫ് പോസിറ്റീവായി മാറി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരും. എന്താഗ്രഹിച്ചാലും. നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മളത് പ്രാക്ടീസ് ചെയ്യണം. ഡിയർ ഹെൽത്ത്, ഐ ആം സോറി, പ്ലീസ് ഫർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്ന് നമ്മളത് ചൊല്ലുക അല്ലെങ്കിൽ എഴുതുക. ഒന്നുകിൽ ചൊല്ലാം അല്ലെങ്കിൽ എഴുതാം. നമുക്ക് നമ്മുടെ ഹെൽത്ത് ഇഷ്യൂ പതുക്കെ മാറി പോകുന്നതായിട്ട് കാണാം. നമ്മൾ ഏതൊരു ഹെൽത്ത് ഇഷ്യൂ ആണെങ്കിലും നമുക്ക് അതിൽ നിന്ന് മുക്തി നേടാവുന്നതാണ്. നമുക്ക് സാമ്പത്തിക പ്രോബ്ലം ഉണ്ടെങ്കിൽ, കരിയറിൽ നമുക്കൊരു ഗ്രോത്ത് ഇല്ലെങ്കിൽ നമ്മൾ ഡെയിലി ഇത് ചൊല്ലുക. ഇത് 108 തവണ ചൊല്ലുന്നത് നല്ലതാണ്. 108 തവണയുള്ള ഒരുപാട് വീഡിയോസ് യൂട്യൂബിലുണ്ട്, ഇംഗ്ലീഷ് ആരുടെയൊക്കെ. അപ്പോൾ നമുക്ക് 108 തവണ ചൊല്ലാം. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്, വളരെ വേഗത്തിലുള്ള റിസൾട്ട് ഉള്ളതാണ് 108 തവണ എഴുതുന്നതാണ്. നമ്മൾ എഴുതി മാനിഫെസ്റ്റ് ചെയ്യുന്ന, ബുക്കിൽ എഴുതി മാനിഫെസ്റ്റ് ചെയ്യുന്ന ഏത് കാര്യവും നമുക്ക് വളരെ വേഗം സാധിക്കും. അപ്പോൾ നമ്മളൊരു ബുക്ക് എടുക്കുക. ബുക്ക് എടുത്തതിന് ശേഷം നമ്മുടെ ആവശ്യം ആദ്യം എഴുതുക. ഇപ്പം നമുക്കൊരു ജോലിക്കാണെങ്കിൽ, എനിക്കൊരു ജോലി ലഭിച്ചതിനായി നന്ദി, അല്ലെങ്കിൽ പണത്തിൻ്റെ ആവശ്യമാണെങ്കിൽ എനിക്കൊരു 50,000 രൂപ ലഭിച്ചതിനായി നന്ദി എന്ന് നമ്മൾ ആദ്യം ബുക്കിൽ എഴുതുക. അതിന് താഴെ ഐ ആം സോറി, പ്ലീസ് ഫർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു ഈ 4 വാക്കുകൾ എഴുതുക. ഈ 4 വാക്കുകൾ 108 തവണ എഴുതണം. ഈ 108 തവണ പറ്റുമെങ്കിൽ നിങ്ങളൊരു 21 ദിവസം എഴുതുക. 21 ദിവസം ഒന്നും എഴുതേണ്ടതായിട്ട് വരില്ല മിക്ക കാര്യത്തിനും. ഞാനൊരു 3, 4, 5 ദിവസത്തിനപ്പുറേ പോവില്ല. ഞാൻ എഴുതിയിട്ടുണ്ട്. 5 ദിവസത്തിനുള്ളിൽ എൻ്റെ കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യുക. കാര്യങ്ങൾ നേടുക. അത് ലഭിച്ചതിന് ശേഷം നിങ്ങൾ വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതുക. നിങ്ങൾക്ക് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഹെഡ്സെറ്റ് വെച്ച് 108 തവണ കേൾക്കുന്നത് നല്ലതാണ്. അപ്പം 108 തവണ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, അത് 108 തവണ ആയോന്ന്. അതിന് 108 തവണയുള്ള ഒരുപാട് വീഡിയോസ് യൂട്യൂബിലുണ്ട്. അത് ഹെഡ്സെറ്റ് വെച്ച് കേൾക്കാം. എന്നിട്ട് നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ വിചാരിച്ചാൽ നിങ്ങളുടെ ആഗ്രഹം ഉറപ്പായിട്ട് സാധിക്കും. മിനിമം നിങ്ങൾക്കൊരു 21 ദിവസമെങ്കിലും പ്രാക്ടീസ് ചെയ്യണം. എങ്കിലാണ് നിങ്ങളുടെ ആ ഒരു കാര്യം വരിക. അതായത് നമ്മുടെ ലൈഫിലെ നെഗറ്റീവായിട്ടുള്ള, നിങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ട്, കടങ്ങളും ഒക്കെ ആയിട്ടിരിക്കുന്നവരാണ്. ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷനിലായിരിക്കും. നെഗറ്റീവ് എനർജി ആയിരിക്കും നിങ്ങൾ. അപ്പം നിങ്ങൾ ആ ഒരു നെഗറ്റീവിനെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റണം. എങ്കിലേ നമ്മൾ പോസിറ്റീവായിട്ട് ഇരുന്നെങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം വരികയുള്ളൂ. അപ്പം നമ്മൾ നിരന്തരം ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഹീലാവുകയാണ്. നമ്മൾ ഹീലാവുമ്പം പോസിറ്റീവായി മാറുകയാണ്. ആ പ്രശ്നം നമ്മളിൽ നിന്ന് മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രശ്നം അവിടെ ഉണ്ട്. നമുക്ക് കടമാണെങ്കിൽ കടമുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമ്മൾക്ക് ആ കടമുണ്ടെങ്കിലും നമ്മൾക്ക് പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റും. അങ്ങനെ പോസിറ്റീവായിട്ട് ഇരിക്കുമ്പോഴാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്. അതായത് നമ്മൾക്ക് ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയും എന്ന് നമ്മളുടെ മനസ്സിലൊരു തോന്നൽ വരും. നമ്മൾ ഹീലാവുകയാണ്. അപ്പം അങ്ങനെ ആ പോസിറ്റീവായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും. ആ കോൺഫിഡൻസോട് ഇരിക്കുമ്പോഴത്തേക്കിനാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം വരുന്നത്. അപ്പോൾ പണം ആഗ്രഹിക്കുമ്പോൾ പണം കിട്ടാൻ ഒരു സോഴ്സും നമ്മളുടെ മുന്നിൽ ഇല്ലായിരിക്കാം. ആര് തരുമെന്ന് പോലും നമുക്ക് അറിയില്ലായിരിക്കും. പക്ഷെ
നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട, ഇവിടുന്ന് വരും ആര് തരുമെന്ന് ചിന്തിക്കരുത്. നമ്മൾ ഈ ഒരു 4 വാക്കുകളിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കുക. എനിക്കത് വരും, ഞാൻ യൂണിവേഴ്സിനോടാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതെനിക്ക് ലഭിക്കും, എൻ്റെ ലൈഫിലേക്ക് അത് വരും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലേക്ക് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഞാൻ ഗ്യാരണ്ടിയാണ്, ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഈ ഒരു 4 വാക്കുകൾ, ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു, 4 വാക്കുകൾക്ക് വേറൊരർത്ഥം കൂടിയുണ്ട്. നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരാൻ കാരണം ഒരുപക്ഷെ നമ്മുടെ പാസ്റ്റ് ലൈഫിലുള്ള ചില കർമ്മകളൊക്കെ ആവാം. ഒന്നുകിൽ നമ്മൾ എന്തെങ്കിലും കഴിഞ്ഞ ജന്മത്തിലോ ഈ ജന്മത്തിലോ ചെയ്ത എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകളുടെ ഫലമാകാം. അല്ല നമ്മളുടെ പൂർവികർ, അച്ഛൻ, മുത്തച്ഛൻ, അങ്ങനെ പൂർവികരായിട്ടുള്ളവരെ ചെയ്തിട്ടുള്ള എന്തെങ്കിലും തെറ്റുകളുടെ ഫലമായിരിക്കാം നമ്മളും അനുഭവിക്കുന്നത് ചില വ്യക്തികളിൽ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു കാര്യത്തിൽ നിന്ന്, ആ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്ന് ഹീലാവും കൂടെയാണ് നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലുമ്പോൾ. അപ്പോൾ നമ്മളോ നമ്മളുടെ പൂർവികരോ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റുകൾ ആരോടെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ജന്മത്തിലോ കഴിഞ്ഞ ജന്മത്തിലോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് നമ്മൾ ക്ഷമ ചോദിക്കുകയാണ് ഈ മന്ത്രം ചൊല്ലുമ്പോൾ. അതുപോലെ നമ്മളോട് ആരെങ്കിലും തെറ്റുകൾ ഈ ജന്മത്തിലോ കഴിഞ്ഞ ജന്മത്തിലോ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് മാപ്പ് കൊടുക്കുകയാണ്. നമ്മൾ അവർക്ക് നേരിട്ട് ആർക്കും മാപ്പ് കൊടുക്കുന്നില്ല, പക്ഷേ ഈ ഒരു മന്ത്രം നമ്മൾ ചൊല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു പ്രോസസ്സിങ് അവിടെ നടക്കുകയാണ്. അതായത് നമ്മൾ പാസ്റ്റിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിനെ വിട്ടുകളയണം. ഒരു തരത്തിലുള്ള ദേഷ്യവും വൈരാഗ്യവും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലുക എന്നുള്ളതാണ്, ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു പ്രോസസ്സിങ് നടക്കും. അങ്ങനെ നമ്മൾ നമ്മുടെ ലൈഫിൽ എല്ലാ നെഗറ്റീവ് എനർജീസ് മാറിപ്പോയി നമ്മൾ പോസിറ്റീവ് ആകും, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും. കാരണം നമ്മൾ മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുന്നത് ഒരുപക്ഷെ മാപ്പ് ഒന്നും കൊടുക്കാൻ നമുക്ക് പറ്റില്ലായിരിക്കാം, കാരണം അത്രയും ദ്രോഹം അവർ നമ്മളോട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരുപക്ഷെ നമുക്ക് മാപ്പ് കൊടുക്കാൻ പറ്റില്ലായിരിക്കാം, അതായത് നമുക്ക് മറക്കാൻ പറ്റാത്ത രീതിയിൽ ദ്രോഹം അവർ നമ്മളോട് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ ആ വൈരാഗ്യത്തിനെ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ അവർക്കല്ല പ്രോബ്ലം, നമുക്ക് തന്നെയാണ് പ്രോബ്ലം. അപ്പൊ നമ്മൾ ഹീലാവേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ ഈ മന്ത്രം ചൊല്ലുമ്പം ഹീലാവും, നമ്മളാണ് ഹീലാവുന്നത്. നമ്മൾ ഹീലായെങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഇത് ചെല്ലാൻ പറയുന്നത്. ചിലവർക്ക് ഈ മന്ത്രം ചൊല്ലില്ല, അവർക്ക് അത് എനിക്ക് മറക്കാനും പൊറുക്കാനും പറ്റില്ലെന്ന് പറയും. പക്ഷേ നിങ്ങൾ മറക്കാനും പൊറുക്കാനും അല്ല പറയുന്നത്, പക്ഷേ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകണമെങ്കിൽ നിങ്ങൾ ഹീലാവേണ്ടതുണ്ട്. ഈ മന്ത്രം നിങ്ങൾ ചൊല്ലുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്കൊരു ഹീലിംഗ് വരും, നിങ്ങൾ ഹീലാവും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ, നിങ്ങൾക്ക് ഇനിയും ലൈഫിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം, അതായത് മുന്നോട്ട് പോയേ പറ്റൂ എങ്കിൽ നിങ്ങളിത് ഈ ഒരു മന്ത്രം ചൊല്ലി ഹീലാവേണ്ടതുണ്ട്. അതാണ് നിങ്ങളോട് പറയുന്നത്. ഈ ഒരു മന്ത്രം ചൊല്ലിയാൽ നിങ്ങൾക്ക് എന്തും നേടാം. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ശത്രു ഉണ്ടെന്ന് വെച്ചോ, ആരോടെങ്കിലും നിങ്ങൾ ശത്രുതയിലാണ്, അല്ല എന്തോ ഒരു പ്രോബ്ലം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടോ അല്ലെ റിലേറ്റീവ്സുമായിട്ടോ ഉണ്ടായ ശത്രുതയിലാണ്, ആ ശത്രുത മാറ്റി നിങ്ങൾക്ക് സ്നേഹിക്കണം അവരെ, അല്ലെങ്കിൽ അവരോട് കൂട്ടുകൂടണമെങ്കിൽ നിങ്ങൾ ഈ മന്ത്രം അവരെ വിചാരിച്ചുകൊണ്ട് ചൊല്ലിയാൽ മതി. പതുക്കെ പതുക്കെ അവർക്ക് നിങ്ങളോടുള്ള ശത്രുത മാറി നിങ്ങളെ പഴയ രീതിയിലാവും. അപ്പൊ ഏതൊരു ശത്രുവിനെ മിത്രമാക്കാനും ആഗ്രഹിക്കുന്നത് എന്തും നേടിയെടുക്കാനുമുള്ള ഒരു മന്ത്രമാണിത്. ആഗ്രഹിക്കുന്നത് എന്തും നേടാം. ഹെൽത്ത് ഇഷ്യൂ ആണെങ്കിൽ എന്ത് ഹെൽത്ത് ഇഷ്യൂ മാറ്റിയെടുക്കാൻ പറ്റും. ഒരുപാട് പേർക്ക് റിസൾട്ട് ഉണ്ട്. അപ്പം ഈ ഒരു മന്ത്രം ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ല നല്ല ജോലികൾ നേടിയെടുക്കാൻ പറ്റും. ഇനി നിങ്ങളുടെ ജോലി സ്ഥലത്തൊക്കെ പ്രോബ്ലം ആയിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, മറ്റുള്ളവരെ നിങ്ങളെ കളിയാക്കുന്നു, അല്ലെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങളാണ് നിങ്ങൾക്കുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം, ഡെയിലി ഇതിങ്ങനെ ചൊല്ലിയാൽ മതി. ഡെയിലി ചൊല്ലുക. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോകുമ്പോഴും നിങ്ങൾ ഇതിങ്ങനെ ഡെയിലി ചൊല്ലിക്കൊണ്ടിരിക്കുക. ഇത് ഡെയിലി ചൊല്ലിയാൽ മറ്റുള്ളവർക്ക് നമ്മളോടുള്ള പെരുമാറ്റ രീതിയിൽ തന്നെ മാറ്റം ഉണ്ടാവും. അതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഒരുപാട് റിസൾട്ടാണ് പല തരത്തിൽ. വിദേശത്ത് ജോലിക്ക് പോകേണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. വിദേശത്ത് ജോലിയിൽ ഇരിക്കുന്നവർക്ക് ഇത് പുതിയ നല്ല നല്ല ജോലി കിട്ടാൻ യൂസ് ചെയ്യാം. ഏത് രീതിയിൽ നിങ്ങൾക്കിത് നിങ്ങളുടെ ഏത് കാര്യത്തിനും യൂസ് ചെയ്യാം. നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന എന്ത് കാര്യങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് ചെയ്തു നോക്കൂ, റിസൾട്ട് കിട്ടും. അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു മന്ത്രമാണ്. എന്തിനും നിങ്ങൾക്ക് നേടാൻ പറ്റും, എന്താഗ്രഹിച്ചാലും നേടാം. ഒരു വശീകരണ മന്ത്രം കൂടെയാണ്. ആഗ്രഹിക്കുന്ന കാര്യത്തിന് നമ്മളിലേക്ക് വശീകരിച്ചു കൊണ്ടിരുന്ന ഒരു മന്ത്രം കൂടെയാണിത്. എനിക്ക് പല പല കാര്യത്തിലും ഒരുപാട് റിസൾട്ട് ഉണ്ട്. ഞാനിത് എൻ്റെ ജീവിതത്തിൽ നിത്യവും ചൊല്ലുന്ന ഒരു മന്ത്രമാണ്. ഇതിന്റെ സോങ് ഒക്കെ ഉണ്ട് യൂട്യൂബിൽ കിട്ടി, ഇംഗ്ലീഷായിട്ട്. ഞാൻ ആ സോങ് ഒക്കെ ഡെയിലി കേൾക്കാറുണ്ട്. പണം ലഭിക്കാനാണെങ്കിൽ നമ്മളതിന് ഡിയർ മണി, ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു എന്ന് പറയുന്നല്ല. ഹെൽത്ത് ഇഷ്യൂ ആണ്, ഡിയർ ഹെൽത്ത്, ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു ചൊല്ലാം. ഇനി നിങ്ങളൊരു ബിസിനസ് ആണ്,
നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമേഴ്സ് വരണം, എന്നാലേ ബിസിനസ് നടക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഷോപ്പ് അല്ലെങ്കിൽ ആ ഒരു എവിടെയാണോ അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് കസ്റ്റമേഴ്സ് വരണമെങ്കിൽ ഡിയർ കസ്റ്റമേഴ്സ്, ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്ന് പറയാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു മന്ത്രം ചൊല്ലി നിങ്ങൾ ആ കാര്യം, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുക. അപ്പം നിങ്ങൾ തന്നെ ഒരു പോസിറ്റീവ് മൈൻഡിലേക്ക് മാറും. ഡെയിലി ഇത് പ്രാക്ടീസ് ചെയ്താൽ പോസിറ്റീവായിട്ട് മാറും. നെഗറ്റീവായിരിക്കുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും നിങ്ങൾ പോസിറ്റീവായിട്ട് മാറും. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജി വന്ന് ഇരിക്കുന്ന ആളുകൾ, എന്തെങ്കിലും ചില വ്യക്തികൾ പറയാം നെഗറ്റീവ് എനർജി ഒരുപാട് ഏതൊക്കെയോ രീതിയിൽ നിങ്ങളുടെ വീട്ടിലുണ്ട്, സാന്നിധ്യമുണ്ടോ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് നല്ലതാണ്. അങ്ങനെ ഏത് പ്രശ്നത്തിനും പരിഹാരമാണ് ഈ ഒരു ഹോപ്പണപ്പണം. ഈ 4 വാക്കുകൾ അത്രയും പവർഫുൾ ആണ്. അത്രയും സന്തോഷങ്ങൾ, അത്ഭുതങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരും. ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. അപ്പോൾ ഈ ഒരു മന്ത്രം ഉപയോഗിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നേടിയെടുക്കാം. നിങ്ങൾക്കൊരു വീട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലി നിങ്ങൾക്ക് നേടാം. നിങ്ങൾക്ക് കാറ് വേണമെങ്കിൽ ഈ ഒരു മന്ത്രം ചൊല്ലി നിങ്ങൾക്ക് നേടിയെടുക്കാം. നല്ല നല്ല ജോലികൾ, ഒരുപാട് പണം, മാരേജ്, നിങ്ങൾക്ക് മാരേജിന് വേണ്ടിയിട്ട് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ്. അപ്പോൾ നമ്മളെല്ലാം ലഭിച്ചു കഴിഞ്ഞു എന്ന രീതിയിൽ വേണം ചൊല്ലാൻ കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഒരു ജോലിയാണെങ്കിൽ എനിക്ക് നല്ലൊരു ജോലി ലഭിച്ചതിനായി നന്ദി, ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. എനിക്ക് വിദേശത്ത് പോകാൻ കഴിഞ്ഞതിനായി നന്ദി, ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. അങ്ങനെ എന്തും ലഭിച്ചതിനായി നന്ദി എന്ന രീതിയിൽ നമ്മൾ എഴുതുകയും പറയുകയും ചെയ്യണം കേട്ടോ. എഴുതുന്നതാണ് കൂടുതൽ ബെറ്റർ. അതായത് നമ്മൾ എഴുതി മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം വളരെ വേഗത്തിൽ സാധിക്കും പറയുന്നതിനേക്കാൾ. അതിനാണ് എഴുതാൻ പറയുന്നത്. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ലഭിക്കേണ്ടതാണ് നിങ്ങൾ എഴുതി മാനിഫെസ്റ്റ് ചെയ്യുക. എനിക്ക് വളരെ വേഗം ലഭിക്കേണ്ടത് എഴുതിയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഈ 108 തവണ തന്നെ എഴുതും. ഇത് നിങ്ങൾക്ക് 108 തവണ എഴുതാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 21 തവണയോ 33 തവണയോ 51 തവണയൊക്കെ എഴുതാം. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എഴുതാം. പിന്നെ നമ്മൾ എഴുതാനിരിക്കുമ്പം ആരുടെയും ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. രാത്രിയിലായിരിക്കും നല്ലത്. ഒന്നുകിൽ നിങ്ങൾ രാവിലെ കുറച്ച് നേരത്തെ എണീറ്റിട്ട് രാവിലെ എഴുതുക, അല്ലെങ്കിൽ ചൊല്ലുക, അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപ് എഴുതുകയോ ചൊല്ലുകയോ ചെയ്യുക. ഇതിന് പ്രത്യേകിച്ച് ടൈമൊന്നും ഇല്ല, എപ്പോൾ വേണേലും നമുക്ക് ചൊല്ലാം. ഇപ്പൊ ഡ്രൈവ് ചെയ്യുമ്പോഴും നമുക്ക് ചൊല്ലാം. നമ്മളിപ്പം യാത്ര നടന്ന എവിടേക്കെങ്കിലും ഇപ്പൊ യാത്ര പോവാണ് ചൊല്ലാം. അടുക്കളയിൽ കുക്ക് ചെയ്യുവാണ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾക്ക് മനസ്സിൽ ഇങ്ങനെ ചൊല്ലാം. നമുക്ക് പ്രത്യേകിച്ച് ഒരു ടൈമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെയൊന്നും പറ്റുന്നില്ലെങ്കിൽ ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ രാത്രി. ഈ 108 എഴുതുമ്പോഴത്തേക്കിനും ആരുടെയും ശല്യം ഉണ്ടാവാതിരിക്കണമെങ്കിൽ രാത്രിയിലൊക്കെ ആരും ശല്യം ഉണ്ടാകാത്ത രീതി എഴുതണം. മൊബൈൽ കോളോ അങ്ങനെയൊന്നും പാടില്ല. കാരണം മുറിയാൻ പാടില്ല. 108 ഫുൾ പൂർത്തിയാക്കണം. എത്രയാണെങ്കിലും ഇപ്പൊ 21 തവണയാണെങ്കിലും നിങ്ങൾ ആ 21 തവണ എഴുതുന്നിടം വരെ അത് ഇടയ്ക്ക് മുറിയാൻ പാടില്ല, നിൽക്കാൻ പാടില്ല. ഫുൾ പൂർത്തിയാക്കിയിട്ട് എണീക്കാവൂ. അങ്ങനെയുണ്ട്. പിന്നെ 21 ദിവസമാണ്. അപ്പൊ എല്ലാവരും 21 ദിവസം ഒന്നും വെക്കണം എന്നില്ല, നിർബന്ധമില്ല. 21 ദിവസമാണ്. നിങ്ങൾക്ക് ഒരാഴ്ചയാണെങ്കിൽ ഒരാഴ്ച, അല്ല 11 ദിവസമാണ് 11 ദിവസം. അപ്പൊ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് ഓരോരുത്തരും നമ്മുടെ സൗകര്യം അനുസരിച്ച് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. എപ്പോൾ വേണേലും ചെല്ലാം, എപ്പോൾ വേണേലും എഴുതാം. നമ്മുടെ സൗകര്യം എങ്ങനെയാണോ അതിനനുസരിച്ച് ചെല്ലാം. ഏറ്റവും പ്രധാനപ്പെട്ടത് രാവിലെയും രാത്രിയാണ്. അതായത് നമ്മുടെ മനസ്സെപ്പോഴും ഫ്രഷ് ആയിട്ട് ഇരിക്കുന്ന സമയങ്ങളാണ്. പിന്നെ മാനിഫെസ്റ്റേഷൻ വളരെ വേഗത്തിൽ നടക്കുന്നത് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപുള്ള സമയവും രാവിലെ ഉണർന്നെണീക്കുന്നതിൻ്റെ ഒരു എണീറ്റാൽ ഉടനെയുള്ള ഒരു 5-10 മിനിറ്റുമാണ് നമ്മുടെ മാനിഫെസ്റ്റേഷൻ വളരെ വേഗത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു 2 സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സമയത്ത് ചെല്ലുന്നത് അല്ലെങ്കിൽ എഴുതുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് ചെയ്യുക. അപ്പോൾ ആ മന്ത്രം ഞാൻ ഒന്നും കൂടെ പറയാം. ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇതാണ് ആ പവർഫുൾ ആയിട്ടുള്ള മന്ത്രം. ഓപ്പണോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു മന്ത്രം ഉപയോഗിച്ച് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധിക്കട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് നേടാൻ കഴിയട്ടെ. യൂണിവേഴ്സ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. Bye.